ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ സ്പൈഡർമാൻ സിനിമയിൽ എന്താണ് സംഭവിക്കുക, നമ്മുടെ ഡോക്ടറിന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ സിനിമയിലേക്ക് കടന്നുചെല്ലാം. ഡോക്ടർ ഒക്ടോവിയസ് ആവട്ടെ, അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായിട്ടും അതുപോലെ തന്നെ ഒരു ലാർജ് സ്കെയിൽ തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിൽ തന്നെ മുൻപ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം ചെയ്തപ്പോൾ ഉണ്ടായ പരിണതഫലം എന്തായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണല്ലേ. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു പരീക്ഷണത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ ഒക്ടോവിയസിനെ ഇപ്പോൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു 4 ഇരുമ്പ് കൈകൾ കൊണ്ടുണ്ടാക്കിയ ആ ഒരു എക്യുപ്മെന്റ് ആണ്. അതിനാൽ തന്നെ അദ്ദേഹം സ്വഭാവത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ ഒരു യന്ത്രം അദ്ദേഹത്തിനെ നിയന്ത്രിക്കുകയും അത് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ ഇപ്പോൾ തൻ്റെ ആ ഒരു സ്യൂട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിന് കാരണം അവനിങ്ങനെ ലോകത്തിന് നന്മ ചെയ്ത് നടക്കുന്നതോട് തന്നെ അവൻ്റെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അതുപോലെ തന്നെ അവൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനോ അവന് സാധിക്കുന്നില്ല. ഇതിനെ തുടർന്ന് അവൻ്റെ പഠനം, അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഫാമിലി എല്ലാം തന്നെ അവന് നഷ്ടപ്പെടേണ്ടതായി വന്നിരിക്കുന്നു. അതിനി ഉണ്ടാവാൻ പാടില്ല. അവനിനി അവന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ ആ ഒരു സ്യൂട്ടൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത്. പോലീസ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ജസ്റ്റ് അവരെ കുറച്ചു നേരം നോക്കി നിൽക്കുമെങ്കിലും പിന്നീട് തനിക്ക് തൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുമ്പോട്ട് കടന്നു പോവുകയും അവൻ്റെ പഠിത്തത്തിലും അതുപോലെ തന്നെ അവൻ്റെ ഫാമിലിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ പ്രൊഫസറിന് ഇപ്പോൾ അവനെ ഓർത്ത് ഒരുപാട് അഭിമാനമാണ്. കാരണം ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറർ നമ്മുടെ പീറ്റർ തന്നെയാണ്. ഇനി പീറ്ററിന് മുൻപിൽ ബാക്കിയുള്ളത് അവൻ്റെ ഇഷ്ടപ്രണയിനിയുടെ അടുത്ത് തന്റെ പ്രണയം തുറന്നു പറയുക എന്നൊരു കാര്യം മാത്രമാണ്. അതിനായിട്ട് അവളുടെ ഒരു അതിബ്രഹ്മാണ്ഡമായ നാടകം കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ പീറ്റർ ഇവിടെ. അതിനുശേഷം തന്റെ മനസ്സിൽ ഇത്രയും കാലം താൻ സൂക്ഷിച്ചു വെച്ച ആ ഒരു സ്നേഹം അവളുടെ അടുത്ത് തുറന്നു പറയണമെന്ന ആഗ്രഹമാണ് നമ്മുടെ പീറ്ററിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. പീറ്റർ അവിടെ വളരെ ശ്രദ്ധയോടും അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ടാണ് നമ്മുടെ മേരിയുടെ ആ ഒരു നാടകം നോക്കിക്കാണുന്നത്. ഇതേ സമയം നമ്മുടെ മേരി അവിടെ അവൾ ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണികളുടെ കൂടെ ഇരിക്കുന്ന പീറ്ററിനെ അവൾ കാണാനാണ് ഇടയായത്. പീറ്ററിനെ കണ്ട് അവൾ വളരെയധികം അത്ഭുതപ്പെടുകയും അതുപോലെ തന്നെ ആശ്ചര്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത്രയും കാലം തന്റെ ഒരു നാടകം പോലും കാണാത്ത പീറ്റർ ഇതാ ഇപ്പൊ തന്റെ നാടകം കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ അവൾ വലിയ രീതിയിൽ ആങ്സൈറ്റഡ് ആവുകയും ചെയ്യുകയാണ്. പിന്നീട് ആ ഒരു നാടകത്തിന് ശേഷം പീറ്ററും അതുപോലെ തന്നെ മേരിയും ഒരുമിച്ച് സംസാരിക്കുകയും അതിനുശേഷം വഴിയിലൂടെ ഒന്നിച്ച് നടക്കുകയും ചെയ്യുകയാണ്. പീറ്റർ ഇപ്പോൾ ഒട്ടും തന്നെ അമാന്തിക്കാതെ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം എല്ലാം തന്നെ മേരിയുടെ അടുത്ത് തുറന്നു പറയുകയാണ്. മേരി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കത് പല സാഹചര്യങ്ങൾ കൊണ്ട് നിന്റെ അടുത്ത് തുറന്നു പറയാനായി സാധിച്ചില്ല. എനിക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു പാർട്ണറായി മാറാൻ സാധിക്കും. അതുകൊണ്ട് ദയവായി നീ എന്നെ സ്വീകരിക്കണമെന്ന് അവളുടെ അടുത്ത് വളരെ വിനയത്തോടെ പറയുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ ഇവിടെ. എന്നാൽ ഇത് കേട്ടിട്ട് മേരി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. എന്നോട് ക്ഷമിക്കണം പീറ്റർ, ഞാൻ ഒരുപാട് കാലം നിന്റെ പുറകെ നടന്നു. എന്നെങ്കിലും നീ നിന്റെ മനസ്സ് തുറന്ന് എന്നോടുള്ള സ്നേഹം പറയുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ഒരിക്കലും ഉണ്ടായില്ല. ഇപ്പോൾ സമയം വളരെയധികം വൈകിയിരിക്കുന്നു. ഞാനിപ്പോൾ കമ്മിറ്റഡ് ആണ്. ഒരാളുമായിട്ട് ഞാനിപ്പോൾ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്ക് അതിൽ നിന്ന് ഒരിക്കലും തന്നെ പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. നമ്മുടെ പീറ്ററിന് ഒരുപാട് വിഷമമാവുകയും അവൻ വല്ലാതെ തളർന്നു പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജെയിംസ് ആണ്. ജെയിംസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എന്തൊക്കെയോ തിരക്കിട്ട ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് കടന്നു വരികയും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുകയാണ്. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ജെയിംസ് കടന്നു ചെല്ലുമ്പോഴാണ് കാണുന്നത് അത് തെരുവോരത്ത് ആക്രി സാധനങ്ങൾ പെറുക്കുന്ന 3 വ്യക്തികളാണ്. അതിലൊരുവൻ പെട്ടെന്ന് തന്നെ ഒരു സാധനം എടുത്ത ടേബിളിന്റെ മുകളിൽ വെച്ചതിന് ശേഷം പറയുകയാണ്, ഇതെടുത്തിട്ട് ഇതിന്റെ കാശ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് വളരെ ധാർഷ്ട്യത്തോടെ പറയുകയാണ്. അതെന്താണെന്ന് നോക്കി നമ്മുടെ ജെയിംസ് വളരെയധികം ഷോക്ക് ആവുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, സ്പൈഡർമാൻ ഉപേക്ഷിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു സ്യൂട്ടായിരുന്നു. ആ സ്യൂട്ട് കണ്ടിട്ട് ജെയിംസിന് ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം ഈ ഒരു സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗോസിപ്സ് അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിൽ അടിച്ചിറക്കാനും അതിലൂടെ ജനശ്രദ്ധ ആർജിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഉടൻ തന്നെ കൈയുണ്ടായിരുന്ന ഒരു $100 അയാൾക്ക് കൊടുത്ത് അയാൾ അവിടുന്ന് പറഞ്ഞു വിടുകയും ജെയിംസ് അവിടെ തന്റെ സ്ഥിരം പരിപാടി ആരംഭിക്കുകയും ചെയ്യുകയാണ്. സ്പൈഡർമാൻ ഈ ലോകം വിട്ടു പോയിരിക്കുന്നു എന്നുള്ള ഫേക്ക് ന്യൂസ് ഒക്കെ അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ജെയിംസിന്റെ പ്രതീക്ഷ ഒട്ടും തന്നെ തെറ്റിയില്ല. അന്നത്തെ അദ്ദേഹത്തിന്റെ പത്രം നല്ല രീതിയിൽ വിറ്റഴിയുകയും ഒരുപാട് പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ വഴിയരികിലൂടെ നടന്നു പോവുകയാണ്. ഈ സമയത്ത് ഒരു വ്യക്തിയെ 2 പേർ ചെന്ന് ഒരുപാട് ഉപദ്രവിക്കുകയും അതിനെ തുടർന്ന് ആ ഒരാളുടെ പണം അപഹരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷം പീറ്ററിന് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം വരുന്നുണ്ട് എങ്കിലും അവൻ തന്നെ ഒരു ആത്മനിയന്ത്രണം
കൊണ്ടുവന്ന ശേഷം അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അടുത്ത സീനിലാവട്ടെ പീറ്ററും അവൻ ഒരുപാട് സ്നേഹിക്കുന്ന അവന്റെ ആന്റിയും അവരുടെ അങ്കിളിനെ ശവക്കലർ എടുത്ത് പോയിരിക്കുകയാണ്. അവിടെ നിന്നതിന് ശേഷം ഒരുപാട് പ്രാർത്ഥിക്കുകയും പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്യുകയാണ്. പീറ്റർ ഇപ്പോൾ ദുഃഖത്താൽ ഒരുപാട് തളർന്നിരിക്കുകയാണ്. പീറ്റർ, നീ എന്താണ് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് ആന്റി പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ആന്റി, എന്നോട് ആന്റി ക്ഷമിക്കണം. അങ്കിളിന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് ആന്റിയുടെ അടുത്ത് പറയുകയാണ്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. സമാധാനമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാം പറയാം, ആന്റി എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം അവനിപ്പോൾ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുകയാണ്. അന്ന് ഞാൻ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ ആ മത്സരത്തിൽ ജയിച്ചു. എന്നാൽ അവരെന്നെ പറ്റിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് ചെറിയൊരു തുക മാത്രം തന്ന എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഉടൻ അങ്ങോട്ടേക്ക് ഒരു കള്ളൻ കടന്നു വരികയും അവരുടെ കാശ് എല്ലാം കവർന്നുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവൻ എന്റെ മുൻപിലൂടെയാണ് ഓടിപ്പോയിരുന്നത്. എനിക്ക് വേണമെങ്കിൽ ആ കള്ളനെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എന്നെ പറ്റിച്ചവരുടെ കാശ് ആയതുകൊണ്ട് തന്നെ ആ കള്ളൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ സ്വന്തം അങ്കിളിന്റെ കാറാണ് ഉപയോഗിച്ചത്. അങ്കിൾ അത് തടഞ്ഞതിനെ തുടർന്ന് അവൻ അങ്കിളിനെ കൊന്നുകളഞ്ഞു. ഞാൻ മാത്രമാണ് അങ്കിൾ മരിക്കാൻ കാരണം. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആന്റിയുടെ അടുത്ത് പറഞ്ഞ് വിഷമിക്കുകയാണ് പീറ്റർ ഇവിടെ. ഇതെല്ലാം വളരെ ഞെട്ടലോടെ കേട്ടിരിക്കുകയാണ് ആന്റി ഇവിടെ. അവന്റെ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ അങ്കിൾ മരിച്ചുപോയി. ആന്റി ഒന്നും തന്നെ അവിടെ നിന്ന് സംസാരിക്കാതെ പിന്നീട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം ഡോക്ടറിനെയാണ്. ഡോക്ടർ അവിടെ അദ്ദേഹം ഇപ്പോൾ എല്ലാ ഇലക്ട്രിക്സും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് എല്ലാം വെച്ചിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് തുടങ്ങാനുള്ള പ്രാരംഭ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം പഴയതിനെ കഴിഞ്ഞ് വളരെ വലിയ രീതിയിലാണ് ആ ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം ഇപ്പോൾ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. എല്ലാം റെഡി ആയിരിക്കുന്നു. എന്നാൽ ഒരേ ഒരു എലമെന്റിന്റെ കുറവുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല, ട്രിഡിയം തന്നെയായിരുന്നു. ഇനി ട്രിഡിയം കൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ട്രിഡിയം ഉള്ളത് ഹാരിയുടെ അടുത്താണ്. ഹാരിയുടെ കമ്പനിയാണ് അദ്ദേഹത്തിന് മുൻപ് ട്രിഡിയം ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാരിയുടെ അടുത്ത് ചെന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ട്രിഡിയം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹാരി ആവട്ടെ തന്റെ കമ്പനി തകർന്ന സങ്കടത്തിലും അതുപോലെ തന്നെ തന്റെ അച്ഛൻ നഷ്ടപ്പെട്ട വിഷമത്തിലൊക്കെ വളരെയധികം ഷോക്കായിട്ട് ഇരിക്കുകയാണ്. മാത്രമല്ല തന്റെ അച്ഛന്റെ ഘാതകനായിട്ടുള്ള സ്പൈഡർമാനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഹാരി ഇപ്പോൾ ഓരോ നിമിഷവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് മദ്യപിച്ചും അതുപോലെ തന്നെ വളരെയധികം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാഫൊക്കെ എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് കടന്നു പോവുകയാണ്. ഈ സമയത്താണ് ഹാരി അവിടെ വലിയൊരു ശബ്ദം കേൾക്കാനായിട്ട് ഇടയാവുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഡോക്ടർ തന്നെയായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് ഹാരി അവിടുന്ന് ഇടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കുകയാണ്. എനിക്കത് ഉടനെ കിട്ടണം, എനിക്ക് നീ എവിടുന്നെങ്കിലും ട്രിഡിയം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഹാരിയുടെ അടുത്ത് വളരെയധികം മോശമായി പെരുമാറുകയാണ് ഡോക്ടർ ഇവിടെ. നിങ്ങൾക്ക് ഇത്ര കൊണ്ടൊന്നും മതിയായിട്ടില്ലേ? നിങ്ങൾ കാരണം ഒരുപാട് പ്രശ്നമുണ്ടായി, എന്റെ കമ്പനി തകർന്നു, ഒരുപാട് നാശനഷ്ടമുണ്ടായി, നിങ്ങളുടെ ഭാര്യ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പിന്നീടും നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റിന് പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും തന്നെ ഞാൻ നിങ്ങൾക്ക് ട്രിഡിയം തരാനേ പോകുന്നില്ല എന്ന് ഹാരി വളരെ കർക്കശമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് പ്രകോപിതനായ നമ്മുടെ ഡോക്ടർ അവിടെ ഹാരിയുടെ കാലിൽ തന്നെ തൂക്കിപ്പിടിച്ച അത്രയും വലിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഹാരിയെ താഴേക്കിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം ഹാരി പറയുകയാണ്, ശരി, നിങ്ങൾക്ക് ഞാൻ ട്രിഡിയം തരാം, പക്ഷെ അതിനു മുൻപ് നമ്മൾ തമ്മിലൊരു ഡീലുണ്ട്. എനിക്ക് നീ സ്പൈഡർമാനെ പിടിച്ചു കൊണ്ടുതരണം എന്ന് പറയുകയാണ്. ജീവനോടെയോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയോ എനിക്ക് അവനെ കിട്ടിയിരിക്കണമെന്ന് പറയുകയാണ്. സ്പൈഡർമാനെ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടറെ അടുത്ത് ഹാരി പറയുകയാണ്, എന്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള പീറ്ററിന് സ്പൈഡർമാനെ നന്നായിട്ട് അറിയാം. അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരാണ്. അവനിലൂടെ നിനക്ക് അവന്റെ അടുത്ത് എത്താൻ സാധിക്കുമെന്ന് കൂടെ ഹാരി ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, എത്രയും പെട്ടെന്ന് ട്രിഡിയം അറേഞ്ച് ചെയ്തോളൂ. ഞാൻ നിന്റെ ശത്രുവായിട്ടുള്ള സ്പൈഡർമാനെ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ മുൻപിൽ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ അവിടുന്ന് കടന്നു പോവുകയാണ്. സ്പൈഡർമാനെ നീ തീർച്ചയായിട്ടും പിടിക്കണം, പക്ഷെ എന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള പീറ്ററിന് ഒരു തരത്തിലുള്ള അപകടം നീ വരുത്തരുതെന്ന് ഹാരി അവനോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഡോക്ടർ അവിടുന്ന് കടന്നു പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്പൈഡർമാനും അവന്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ്. ഈ സമയത്താണ് വളരെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യം അവർ കാണാനിടയാവുന്നത്. വലിയൊരു ബിൽഡിംഗ് വളരെ ദാരുണമായിട്ട് നിന്ന് കത്തുകയാണ്. അതിനുള്ളിൽ ഒരുപാട് പേര് അകപ്പെട്ടു പോവുകയും അവരുടെ രക്ഷിതാക്കൾ പുറത്തുനിന്ന് അലമുറയിട്ട് കരയുകയും ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സ്പൈഡർമാൻ ഇവിടെ. എന്നാൽ ഇനി തനിക്ക് കണ്ണടച്ചു നിൽക്കാനാവില്ല എന്ന് കരുതി നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ തന്റെ സ്പൈഡർ സ്യൂട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്കിലോ തന്റെ കയ്യിൽ ഇപ്പോൾ സ്പൈഡർ സ്യൂട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്യൂട്ട് തനിക്ക് ഇനി പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയുമില്ല. എങ്കിൽ പോലും നമ്മുടെ സ്പൈഡർമാൻ ഒട്ടും തന്നെ അമാന്തിച്ച് നിൽക്കാതെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഉടൻ തന്നെ കയറി ചെല്ലാൻ വേണ്ടി തുടങ്ങുകയാണ്.
സ്പൈഡർ സ്യൂട്ട് ഉപേക്ഷിച്ചതിനെ തുടർന്ന് അവന്റെ കണ്ണിന്റെ കാഴ്ച അല്പമായിട്ട് മങ്ങി തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല അവന്റെ പവറും അല്പം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവന് വളരെ കാര്യക്ഷമമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും തന്റെ എല്ലാ പരിമിതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്പൈഡർമാൻ എങ്ങനെയെങ്കിലും അതിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീയുടെ ശക്തി ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ എല്ലാം തന്നെ വ്യാപിച്ചിരിക്കുന്നു. സ്പൈഡർമാൻ ആവട്ടെ വളരെയധികം ഇതിനിടയിൽ കിടന്ന് പ്രയാസപ്പെടുന്നുണ്ട്. ഇതേ സമയത്താണ് അവിടെയുള്ള ഒരു അലമാരിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു അലമാര തകർത്ത് ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ അദ്ദേഹം ആ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആവട്ടെ അദ്ദേഹത്തിന്റെ പഴയ ആ ഒരു ശക്തികളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ കാര്യമായിട്ട് ഇല്ലാത്തതിനാൽ തന്നെ വളരെയധികം പ്രയാസപ്പെടുകയാണ് നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ. പക്ഷെ ദൈവാധീനം കൊണ്ടാവട്ടെ അദ്ദേഹം ആ ഒരു കുഞ്ഞുമായിട്ട് പുറത്തേക്ക് വരികയും ആ കുഞ്ഞിനെ അതിന്റെ മാതാപിതാക്കളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. പീറ്റർ ഇപ്പോൾ വളരെയധികം ക്ഷീണിതനായിരിക്കുകയാണ്. അവനിപ്പോൾ അവിടെ മാറിയിരുന്ന് അല്പം വെള്ളം കുടിക്കുകയും അതുപോലെ റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അവനെ നല്ല രീതിയിൽ പ്രശംസിക്കുകയാണ്. നിന്റെ ധൈര്യം അത് അസാമാന്യം തന്നെ, നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നീ ഇത് സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് അവനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു പോലീസുകാരൻ അദ്ദേഹത്തിന് അടുത്ത് വന്നിട്ട് പറയുകയാണ്, നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ മുകളിലത്തെ നിലയിലും ഒരുപാട് പേർ കുടുങ്ങിയിട്ടുണ്ട്, അവരെല്ലാവരും തന്നെ ഇപ്പോൾ വെന്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ സ്പൈഡർമാന് ഒരുപാട് വിഷമമാവുകയാണ്. കാരണം തന്റെ ആ ഒരു സ്പൈഡർ സ്യൂട്ട് തന്റെ കയ്യിലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാവരും രക്ഷിക്കാനായിട്ട് അവനിപ്പോൾ സാധിക്കുമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇത്രയും പേരുടെ ജീവിതം ഇവിടെ പൊലിഞ്ഞു പോയതിനെ ഓർത്ത് അവനിപ്പോൾ വളരെയധികം ദുഃഖം തോന്നുകയാണ്. അടുത്ത ദിവസം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്ത് അവൻ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. അതിനെ തുടർന്ന് അവൻ പുറത്ത് എങ്ങോട്ടും തന്നെ പോവാതെ റൂമിൽ വളരെ ഡെസ്പായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുന്നത്. ആ ഒരു ലെറ്റർ മറ്റാരുടേതുമായിരുന്നില്ല, അവന്റെ സ്വന്തം ആന്റിയുടെ തന്നെ ആയിരുന്നു. അവൻ ഇപ്പോൾ ആന്റിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആന്റി അവിടെ ചെറിയ പാക്കിങ്ങും അതുപോലെ തന്നെ വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ്. ഞാൻ ഈ വീട് വിറ്റിരിക്കുകയാണ്. കാരണം ആ ഒരു വലിയ കടം തീർക്കണമെങ്കിൽ എനിക്ക് ഈ വേറെ വഴി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പുതിയൊരു റൂം കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് ആന്റി ഇപ്പോൾ അവൻ്റെ അടുത്ത് പറയുകയാണ്. ആന്റി എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എന്നെ ഒരിക്കലും ആന്റി വെറുക്കരുതെന്ന് യാചിക്കുകയാണ് പീറ്റർ ഇവിടെ. ഒരിക്കലുമില്ല, നിന്റെ സത്യസന്ധത അതാണ് ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ തുറന്നു പറയാനുള്ള മനസ്സ് നീ കാണിച്ചല്ലോ, എനിക്കത് മാത്രം മതി. നീ എന്നും എൻ്റെ പ്രിയപ്പെട്ട പീറ്റർ തന്നെയാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പൊ ആവട്ടെ ആന്റിയോടൊപ്പം ഒരു ചെറിയ കുട്ടി കൂടെയുണ്ട്. ഇവന് വലുതാവുമ്പോൾ സ്പൈഡർമാൻ ആവണമെന്നാണ് പീറ്റർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആന്റി അവിടെ ചിരിക്കുകയാണ്. ഹലോ മുത്തുമണി, നീ എന്തിനാണ് സ്പൈഡർമാൻ ആകാൻ വേണ്ടി നോക്കുന്നത്? നിനക്ക് നല്ലൊരാളായിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. സ്പൈഡർമാൻ എന്താണ് കുഴപ്പം? അവൻ ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരിക്കൽ എന്റെ ജീവിതം പോലും അവനാണ് എനിക്ക് തിരിച്ചു തന്നതെന്നൊക്കെ ആന്റി ഇപ്പോൾ സ്പൈഡർമാനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പീറ്ററിനിവിടെ ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം അവൻ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ സ്പൈഡർമാൻ. എന്നാൽ ആന്റിയുടെ ഇത്തരത്തിലുള്ള സ്പൈഡർമാനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം താൻ വീണ്ടും സ്പൈഡർമാൻ ആവണം, ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ദൃഢനിശ്ചയത്തിലേക്ക് കടന്നു വരികയാണ് പീറ്റർ ഇവിടെ. അതിനുശേഷം നമ്മുടെ പീറ്റർ ആവട്ടെ അവൻ വീണ്ടും സ്പൈഡർമാൻ ആവാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ തന്റെ കയ്യിലുള്ള ആ ഒരു സ്യൂട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പീറ്ററിന്റെ ഒട്ടുമിക്ക എല്ലാ കഴിവുകളും തന്നെ ഇപ്പൊ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പീറ്റർ ഇപ്പോഴാവട്ടെ വലിയ ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് അടുത്ത ബിൽഡിങ്ങിലേക്ക് എടുത്തു ചാടുകയാണ്. എന്നാൽ അതൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. പീറ്റർ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുകയും അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്യുകയാണ്. വലിയ ഉയരത്തിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും വളരെ കഷ്ടപ്പെട്ട് അവൻ അവിടെ നടന്നു പോവുകയും ചെയ്യുകയാണ്. മറ്റൊരിടത്താവട്ടെ മേരിയും അതുപോലെ തന്നെ മേരി ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ജെയിംസിന്റെ മകനും തമ്മിൽ വലിയൊരു ചർച്ചയിൽ തന്നെയാണ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, തങ്ങളുടെ കല്യാണത്തിൽ ആരൊക്കെ ക്ഷണിക്കണം എന്നുള്ള ഒരു തർക്കത്തിലായിരുന്നു അവർ രണ്ടുപേരും ഇപ്പോൾ ഉണ്ടായിരുന്നത്. അവൾ എത്രയൊക്കെ ജോണിന്റെ മകനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പീറ്ററിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷമോ ആ ഒരു പ്ലഷർ ഒന്നും തന്നെ അവൾക്ക് അവനിൽ നിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവൾ അവിടെ ഒരിക്കൽ കൂടെ പീറ്ററിനെ കാണാനായിട്ട് പോവുകയാണ്. ഈ ഒരു സമയം അവൾ വളരെ കാര്യമായിട്ട് പീറ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്, പീറ്റർ നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത പഴയ ആ ഒരു സ്നേഹമുണ്ടോ? നിനക്ക് എന്നെ തീർച്ചയായിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പീറ്റർ പറയുകയാണ്, സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ നിന്റെ അടുത്ത് അത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വളരെ ലാഘവത്തോടു കൂടെ നമ്മുടെ മേരിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്.
ഇതേ സമയം തന്നെ നമ്മുടെ മേരി വളരെയധികം ദുഃഖിക്കുകയും അവിടെ വലിയൊരു സർപ്രൈസ് തന്നെ ഉണ്ടാവുകയും ചെയ്യുകയാണ്. പീറ്റർ, നീ എപ്പോഴും ഇങ്ങനെയാണ്, എന്നും എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് നീ ചെയ്യാറുള്ളൂ. പക്ഷെ ഒരേ ഒരു കാര്യം, ഒരൊറ്റവട്ടം നീ അത് എനിക്ക് ചെയ്തു തന്നേ പറ്റുകയുള്ളൂ. അവസാനമായി എനിക്ക് നിന്നിൽ നിന്നൊരു ചുംബനം വേണമെന്ന് അവൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. കാരണം മുൻപ് അവൾക്ക് സ്പൈഡർമാനിൽ നിന്നൊരു ചുംബനം ലഭിച്ചിരുന്നു. പീറ്റർ തന്നെയാണോ സ്പൈഡർമാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ളൊരു കാര്യം അവൾ ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അവരിപ്പോൾ പരസ്പരം ചുംബിക്കാൻ പോകുന്ന സമയത്താണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾ വരെ സെൻസ് ചെയ്യാൻ കഴിവുള്ള നമ്മുടെ സ്പൈഡർമാൻ ഉടൻ തന്നെ മേരിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ താഴേക്ക് എടുത്ത് ചാടുകയാണ്. അവരുടെ നേർക്ക് വലിയൊരു കാർ വന്ന് പതിക്കുകയും അവർ അതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും കൂടെ ചെയ്യുകയാണ്. വലിയൊരു ഭീമൻ അപകടത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അവരിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് മറ്റാരുടെയും കെണി ആയിരുന്നില്ല, സാക്ഷാൽ ഡോക്ടർ ഒക്ടോവിയസ് തന്നെ ആയിരുന്നു ആ ഒരു കെണിയും തീർത്തത്. ഇപ്പോൾ ഒക്ടോവിയസ് അങ്ങോട്ട് കടന്നു വരികയും പീറ്റർ അദ്ദേഹത്തിന്റെ അടുത്ത് നിനക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് നീ എന്നെ നശിപ്പിക്കാൻ നോക്കുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടത് നിന്നെയല്ല, എനിക്ക് വേണ്ടത് സാക്ഷാൽ സ്പൈഡർമാനാണ്. സ്പൈഡർമാൻ എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയാം. അവനോട് എന്നെ വന്ന് കാണാൻ പറയാൻ പറഞ്ഞതിന് ശേഷം മേരി ജെയിനെ തന്റെ ഇരുമ്പ് കൈകൊണ്ട് പിടിക്കുകയാണ്. സ്പൈഡർമാൻ വന്നിട്ടില്ല എങ്കിൽ ഇവളുടെ ഓരോരോ മാംസങ്ങളെ ഞാൻ ഇളക്കിയെടുക്കും, അതിലൂടെ ഇവളെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് കൂടെ പീറ്ററിനെ ഇവിടെ ഭയപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് കടന്നു പോവുകയാണ്. പീറ്റർ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ കയ്യിൽ ആ സ്യൂട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ഒരു തരത്തിലുള്ള പവറുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസുകളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും തന്റെ സ്യൂട്ട് വീണ്ടെടുക്കണം, എങ്കിൽ മാത്രമേ താൻ ഒരുപാട് സ്നേഹിക്കുന്ന തന്റെ കാമുകിയെ തനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പീറ്റർ ആവട്ടെ ആ ഒരു കോട്ട് വീണ്ടെടുക്കാൻ വേണ്ടി അവിടെ തയ്യാറാവുകയാണ്. അതിപ്പോഴുള്ളത് നമ്മുടെ സാക്ഷാൽ ജെയിംസിന്റെ ഓഫീസിലാണ്. നമ്മുടെ പീറ്റർ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയും വളരെ രഹസ്യമായിട്ട് ആ സ്യൂട്ട് അടിച്ചു മാറ്റുകയും ചെയ്യുകയാണ്. ആ സ്യൂട്ടൊക്കെ സ്റ്റൈലായിട്ട് അണിഞ്ഞുകൊണ്ട് നമ്മുടെ പീറ്റർ ആവട്ടെ ഡോക്ടറെ ലക്ഷ്യമാക്കി പോവുകയാണ്. സ്പൈഡർമാൻ ഇപ്പൊ ഡോക്ടർ ഒക്ടോവിയസിനെ തേടി വലിയൊരു ടവറിന്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ എടുത്ത എവിടെ മേരി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം അതൊന്നും തന്നെ പറയാനായിട്ട് തയ്യാറാവുന്നില്ല. മേരിയൊക്കെ വളരെയധികം സേഫാണ്. അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേട്ടു നിൽക്കാൻ തയ്യാറാവാതെ സ്പൈഡർമാൻ ഉടൻ തന്നെ ഒക്ടോവിയസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. പിന്നീട് ആവട്ടെ നമ്മുടെ സ്പൈഡർമാനും അതുപോലെ ഡോക്ടറും അവിടെ പൊരിഞ്ഞ ഫൈറ്റാണ്. ഫൈറ്റിനൊടുവിൽ അവർ രണ്ടുപേരും കൂടി ചെന്ന് വീഴുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെട്രോയുടെ മുകളിലേക്കാണ്. ആ ഒരു സമയത്ത് അവർ രണ്ടുപേരും അതിസാഹസികമായിട്ട് ആ ഒരു മെട്രോയുടെ മുകളിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പിന്നീട് അതിന്റെ ഉള്ളിലൂടെ പോയിട്ടും അതുപോലെ തന്നെ പല സ്റ്റൈലിലും വളരെ അപകടകരമായ രീതിയിൽ അവരിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റിന്റെ ഒടുവിൽ ഡോക്ടർ ഒക്ടോവിയസ് ആവട്ടെ സ്പൈഡർമാനെ വലിച്ച് എറിയുകയാണ്. അതിന്റെ കൂടെ തന്നെ ട്രെയിനിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാരെ കൂടെ അവനിപ്പോൾ പുറത്തേക്ക് എറിയുകയാണ്. ഇത് കണ്ട സ്പൈഡർമാൻ ആവട്ടെ ഉടൻ തന്നെ തന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ രണ്ടുപേരെയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെക്കുകയും പിന്നീട് ആ ഒരു മെട്രോ ലക്ഷ്യമാക്കി വീണ്ടും നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ കടന്നു വരികയാണ്. സ്പൈഡർമാൻ വരുന്ന കണ്ട ഉടൻ തന്നെ ഒക്ടോവിയസ് ആവട്ടെ ആ ഒരു മെട്രോയുടെ സ്പീഡ് കൂട്ടുകയും അതിന്റെ ബ്രേക്ക് സിസ്റ്റം തന്നെ ഡാമേജ് ആക്കി കളയുകയും ചെയ്യുകയാണ്. അത് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു ട്രെയിൻ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരികയും അദ്ദേഹം വളരെയധികം അപ്സെറ്റ് ആവുകയും ചെയ്യുകയാണ്. പീറ്ററിനാവട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചില തീപ്പൊരികൾ കാരണം അവന്റെ ആ ഒരു ഫേസ് മാസ്ക് അവന്റെ മുഖത്ത് നിന്ന് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. പീറ്റർ ആവട്ടെ ഒട്ടും തന്നെ സമയം കളയാതെ ആ ഒരു ട്രെയിൻ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ ഒരു മെട്രോ ഇനി അധിക ദൂരം പോകാനായിട്ട് സാധിക്കില്ല. അതിന്റെ എൻഡ് ഏകദേശം അടുത്തിരിക്കുന്നുവെന്ന് അവന് സെൻസ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവൻ ആ ഒരു റെയിൽവേ പാളത്തിൽ ചവിട്ടിക്കൊണ്ട് അതിനെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോവുകയാണ്. കാരണം ആ ഒരു ട്രെയിൻ അത്രമാത്രം സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പീറ്റർ അവിടെ വളരെയധികം ടയർഡായിട്ട് ഇരിക്കുകയാണ്. ഇനിയും വെയിറ്റ് ചെയ്താൽ വലിയൊരു ദുരന്തത്തിന് അത് കാരണമാകുമെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ അദ്ദേഹത്തിന് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ അത് ലോക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അതിനുശേഷം ആ എല്ലാ നെറ്റുകൾ കൂടെ വലിച്ചു പിടിച്ചതിന് ശേഷം ആ ഒരു ട്രെയിൻ അവിടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പരിശ്രമം അവിടെ വിജയം കാണുകയാണ്. ഏതാണ്ട് ആ ഒരു ട്രെയിൻ താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്പൈഡർമാൻ അതിനെ നിർത്താനായിട്ട് സാധിച്ചു. എന്നാൽ ഇപ്പൊ നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ ഇപ്പൊ വളരെയധികം തളർന്നിട്ട് താഴേക്ക് വിടാനായി നോക്കുകയാണ്. ഈ സമയത്ത് ട്രെയിനിന്റെ അകത്ത് ഉണ്ടായിരുന്നവർ നമ്മുടെ സ്പൈഡർമാനെ താങ്ങി പിടിക്കുകയും പിന്നെ കൈകൾ കൊണ്ട് അവനെ ഉയർത്തിയെടുത്ത ഒരു സ്ഥലത്ത് കിടക്കുകയും ചെയ്യുകയാണ്. സ്പൈഡർമാൻ ഇപ്പോൾ മെല്ലെ കണ്ണു തുറക്കുകയാണ്. അവനിപ്പോൾ ബോധം തിരികെ കിട്ടിയിരിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് പേർ അവനെ നോക്കി നിൽക്കുന്നതാണ്. രണ്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് കടന്നു വരികയും
സ്പൈഡർമാൻ നിങ്ങൾ ഒരിക്കലും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആരോടും തന്നെ പറയില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ഫേസ് മാസ്ക് തിരികെ കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഡോക്ടർ ഒക്ടോവിയസും അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. ഒക്ടോവിയസിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പീറ്ററിനെ വരിഞ്ഞു കെട്ടിക്കൊണ്ടുപോയി ഹാരിയുടെ മുമ്പിൽ കൊടുക്കുക, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ട്രിഡിയം ലഭിക്കുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതേ സമയം തന്നെ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും പീറ്ററുടെ മുൻപിലായി നിന്നുകൊണ്ട് ഞങ്ങളെ കൊന്നതിന് ശേഷം മാത്രമേ നിനക്ക് സ്പൈഡർമാനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ അദ്ദേഹം വളരെ ലാഘവത്തോടെ ഒരു ചിരി ചിരിച്ചതിന് ശേഷം തന്റെ ഇരുമ്പ് കൈകൾ കൊണ്ട് അവരെ എല്ലാവരെയും വകഞ്ഞു മാറ്റുകയും പിന്നീട് നമ്മുടെ സ്പൈഡർമാൻ ഒരൊറ്റ പഞ്ച് കൂടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് ആവട്ടെ ഒട്ടും തന്നെ സമയം കളയാതെ അദ്ദേഹം നമ്മുടെ സ്പൈഡർമാനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഹാരിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ഇതേ സമയം ഹാരി ആവട്ടെ അവൻ ഇപ്പോൾ സ്പൈഡർമാനെ കാത്ത് അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. തന്റെ അച്ഛന്റെ ഘാതകനായിട്ടുള്ള സ്പൈഡർമാനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഇപ്പൊ നമ്മുടെ ഹാരിയുടെ മനസ്സിലുള്ളൂ. ഇത്ര നാൾ താൻ അന്വേഷിച്ചു നടക്കുന്ന സ്പൈഡർമാൻ തന്റെ കയ്യിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്താൻ പോവുകയാണ്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഡോക്ടർ ഒക്ടോവിയസ് കടന്നു വരികയും അതോടൊപ്പം സ്പൈഡർമാനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഹാരി സ്പൈഡർമാനെ കണ്ട് വളരെയധികം ഷോക്ക് ആവുകയാണ്. സ്പൈഡർമാന്റെ കൈകളും കാലുകളും എല്ലാം തന്നെ ബന്ധിച്ച രീതിയിലാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നീ പറഞ്ഞ വാക്ക് പാലിച്ചു, ഇനി ഞാൻ ചോദിച്ച ആ ഒരു ട്രിഡിയം നീ ഉടൻ തന്നെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇപ്പൊ അവന്റെ അടുത്ത് പറയുകയാണ്. ഹാരി അവിടെ ഒട്ടും തന്നെ അമാന്തിച്ച് നിൽക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ട്രിഡിയം പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വളരെയധികം ആർത്തിയോടെ ഡോക്ടർ അത് കൈപ്പറ്റുകയും അവിടെ നിന്ന് ഉടൻ തന്നെ കടന്നു കളയുകയും ചെയ്യുകയാണ്. ഹാരിക്ക് ഇപ്പോൾ അവന് വേണ്ട ശത്രുവിനെ ലഭിച്ചിരിക്കുന്നു. ഡോക്ടറിനോ അദ്ദേഹത്തിന് ആവശ്യമായ ട്രിഡിയവും ലഭിച്ചിരിക്കുന്നു. ഹാരി ഒട്ടും തന്നെ സമയം കളയാതെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും സ്പൈഡർമാനെ കൊല്ലാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബോധം മറ്റു കിടക്കുന്ന സ്പൈഡർമാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹാരി ഇപ്പോൾ കടന്നു വരികയാണ്. എന്നാൽ തന്റെ അച്ഛന്റെ ഘാതകനെ മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഹാരി ആവട്ടെ ആ ഒരു മുഖം മൂടി മാറ്റുകയാണ്. ഈ സമയത്ത് പീറ്ററിന്റെ ഫേസ് കണ്ട് അവൻ വളരെയധികം ഷോക്കാവുകയും തനിയെ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി വീണു പോവുകയും അവൻ അറിയാതെ തന്നെ പുറകിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. പീറ്റർ, ഇത് നീയായിരുന്നു എന്ന് വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് ഹാരി ഇപ്പോൾ ചോദിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ പീറ്ററിന്റെ ബോധം തെളിയുകയും അവൻ ആ ഒരു കമ്പികളെല്ലാം തന്നെ വളരെ ലാഘവമായിട്ട് തകർത്ത് കളഞ്ഞ് മേരി ജെയിൻ എവിടെയെന്ന് ഹാരിയുടെ അടുത്ത് ചോദിക്കുകയാണ്. എനിക്കറിയില്ല അവൾ എവിടെയാണ് ഉള്ളതെന്ന് ഹാരി അവന്റെ അടുത്ത് മറുപടി കൂടെ പറയുകയാണ്. ഞാൻ ഡോക്ടറുടെ അടുത്ത് എനിക്ക് സ്പൈഡർമാനെ വേണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ഹാരി ഇപ്പോൾ മറുപടി പറയുകയാണ്. അവൻ എന്നോട് ആവശ്യപ്പെട്ടത് അവന് നിനക്ക് പകരമായിട്ട് ട്രിഡിയം കൊടുക്കാനാണെന്നും ആ ഒരു ട്രിഡിയം ഞാൻ അവന് കൊടുത്തുവെന്നും പറയുകയാണ്. എന്ത്, നീ അവന് ട്രിഡിയം കൊടുത്തുവെന്നോ? വളരെ വലിയ തെറ്റായി പോയി ഹാരി നീ ചെയ്തത്. അവൻ ഇപ്പോൾ വീണ്ടും ആ ഒരു പരീക്ഷണം എല്ലാം തന്നെ വളരെ വിപുലമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ പ്രാരംഭഘട്ടത്തിലെ പരീക്ഷണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നതല്ലേ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വലിയ പരീക്ഷണം ഒരുപാട് ജനങ്ങൾക്ക് അപകടവും അതുപോലെ തന്നെ ന്യൂയോർക്ക് നഗരം തന്നെ അവൻ നശിപ്പിച്ചു കളയുമെന്ന് കൂടെ പറയുകയാണ്. അതിലൂടെ മേരി ജെയിൻ വരെ ഇല്ലാതാകുമെന്ന് കൂടെ ആർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ. എങ്കിലും പീറ്റർ, നീയാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. നിനക്ക് എങ്ങനെ ഇതിന് സാധിച്ചു എന്ന് ഹാരി ഇപ്പോൾ പീറ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല, ഡോക്ടറിന്റെ ആ ഒരു പരീക്ഷണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് സ്പൈഡർമാൻ ഇവിടെ പറയുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗൗരവമേറിയ പ്രശ്നം ഡോക്ടറുടെ ആ ഒരു എക്സ്പെരിമെന്റ് എന്തു വില കൊടുത്ത് നശിപ്പിക്കുക എന്നതാണെന്ന് കൂടെ പീറ്റർ ഇവിടെ പറയുകയാണ്. ഇതേ സമയം ഡോക്ടർ ആവട്ടെ അദ്ദേഹം ഇപ്പോൾ ഒരുപാട് സന്തോഷവാനാണ്. കാരണം അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ വളരെ വിപുലമായിട്ട് അദ്ദേഹം ഇപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് അദ്ദേഹത്തിന് അവസാനമായി വേണ്ടി വന്ന ആ ഒരു ട്രിഡിയം കൂടെ ലഭിച്ചിരിക്കുന്നു. പരീക്ഷണങ്ങൾ എല്ലാം തന്നെ സജ്ജമായിരിക്കുന്നു. ഇനി അതിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് ആ ഒരു ട്രിഡിയം പതിപ്പിച്ചാൽ മാത്രം മതി. അതേ സമയത്ത് തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളുടെ മേരി ജെയിനെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിനക്ക് ആവശ്യമായതെല്ലാം തന്നെ നിനക്ക് കിട്ടിയില്ലേ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ എന്ന് മേരി ജെയിൻ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്. നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനിപ്പോൾ വെറുതെ വിട്ടാൽ നീ പോലീസിനെ കൊണ്ടുവന്ന് എന്റെ ഈ ഒരു എക്സ്പെരിമെന്റ് നീ തടയും. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് കൂടെ അവളുടെ അടുത്ത് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം ആവട്ടെ അദ്ദേഹം ഒട്ടും തന്നെ അമാന്തിക്കാതെ ആ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രിഡിയം അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിനെ തുടർന്ന് അത് വലിയൊരു തീഗോളമായി മാറുകയും അവിടെ ചെറിയൊരു സൂര്യൻ തന്നെ ഉത്ഭവിക്കുകയും ചെയ്യുകയാണ്. വലിയ തോതിലുള്ള എനർജി തന്നെ അവിടെ ഇപ്പോൾ ഉത്ഭവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സ്പൈഡർമാൻ കൂടെ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. പിന്നീട് മേരി ജെയിന്റെ അടുത്ത് നമ്മുടെ സ്പൈഡർമാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യം ഡോക്ടർ തിരിച്ചറിയുകയും സ്പൈഡർമാനെയും അതുപോലെ തന്നെ മേരി ജെയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു ഇരുമ്പ് ദണ്ട് അവർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്യുകയാണ്. സ്പൈഡർമാൻ ഉടൻ തന്നെ അത് ക്യാച്ച് ചെയ്യുകയും ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഡോക്ടർ ആവട്ടെ അദ്ദേഹത്തിന് ഇരുമ്പ് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പീറ്ററിനെ അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. എന്നാൽ പീറ്റർ ആവട്ടെ
അവനെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഈ ഒരു ലാബ് ഡോക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു നദിയുടെ നടുക്കാണ്. എന്നാൽ ഇപ്പൊ നമ്മുടെ പീറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ഫൈറ്റിന്റെ ഒടുവിലായിട്ട് പീറ്റർ നമ്മുടെ ഡോക്ടറിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും കൂടെ ചെയ്യുകയാണ്. ഇതേ സമയത്ത് മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എക്സ്പെരിമെന്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയും ആ ഒരു ഗോളം നല്ല രീതിയിൽ എക്സ്പ്ലോർ ആവാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ മെറ്റൽ പാർട്സും ആ ഒരു ഗോളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. മെറ്റലിൽ ചുറ്റപ്പെട്ടിട്ടുള്ള നമ്മുടെ മേരി ജെയിനും ആ ഒരു ഗോളത്തെ ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ മേരി വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും അത് കേട്ടതിനെ തുടർന്ന് പീറ്റർ അവിടെ മേരിയെ അവിടെ നിന്ന് രക്ഷിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിലും മേരിയെ അദ്ദേഹം വളരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ഈ സമയത്ത് അവിടെ ഡോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വരികയും പീറ്ററിനെ അടിച്ച് തെറിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇത് കണ്ട മേരി ആവട്ടെ പെട്ടെന്ന് തന്നെ ഒരു ഇരുമ്പ് ദണ്ടുമായി ഡോക്ടറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഇരുമ്പ് കൈകളിലുള്ള കണ്ണുകളെല്ലാം തന്നെ അത് കാണുകയും മേരി ജീനെ തട്ടിത്തെറിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. പിന്നീട് ഒട്ടും തന്നെ സമയം കളയാതെ പീറ്ററിന്റെ തളർന്ന കാൽ പിടിക്കുകയും മറ്റൊരു ഇരുമ്പ് കൈയിൽ ഒരു കൂർത്ത മുന ക്രിയേറ്റ് ചെയ്യുകയും അത് ഉപയോഗിച്ച് പീറ്ററിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഡോക്ടർ ഇവിടെ. എന്നാൽ ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഏതാനും ചില വയറുകൾ പീറ്റർ ആവട്ടെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തൽക്ഷണം ഡോക്ടർ ഒക്ടോവിയസിനെ ഷോക്ക് ഏൽക്കുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിപ്പോവുകയും കൂടെ ചെയ്യുകയാണ്. ഈ സമയത്ത് പീറ്റർ ആവട്ടെ ആ ഒരു എക്സ്പെരിമെന്റ് നടക്കാൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ എങ്ങനെയെങ്കിലും ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അവന്റെ എല്ലാ ശക്തിയും ആർജിച്ചുകൊണ്ട് തന്നെ അവൻ ആ ഒരു വയറുകളെല്ലാം തന്നെ വിടുവിപ്പിക്കുകയാണ്. ഡോക്ടർ ഒക്ടോവിയസ് ഷോക്ക് അടിച്ച് ഒരു പരുവമാവുകയും പിന്നീട് തെറിച്ച് വീഴുകയും കൂടെ ചെയ്യുന്നു. പവർ സപ്ലൈ മുഴുവനായിട്ട് വിച്ഛേദിച്ചിട്ടും ആ ഒരു എക്സ്പെരിമെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ അവിടെ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. ഇനി എന്ത് ചെയ്താലാണ് ഈ ഒരു പരീക്ഷണം എനിക്ക് തകർക്കാൻ കഴിയുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പീറ്റർ ഇവിടെ. ആ ഒരു ഗോളത്തിന്റെ ശക്തി മൂലം ഒരുപാട് ദൂരത്തുള്ള മെറ്റൽ പാർട്സ് വരെ ആ ഒരു ഗോളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അത്രമാത്രം മാഗ്നറ്റിക് പവർ ഉണ്ടായിരുന്നു ആ ഒരു ഗോളത്തിന്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ ഒക്ടോവിയസ് ആവട്ടെ അദ്ദേഹത്തിന്റെ ബോധം തിരികെ കിട്ടുകയാണ്. പീറ്റർ ഉടൻ തന്നെ ഡോക്ടറെ അടുത്തേക്ക് വരികയും അവന്റെ മുഖമൂട് തന്നെ ഊരിക്കൊണ്ട് പറയുകയാണ്, ഡോക്ടർ നിങ്ങൾ ഇത് കാണുന്നില്ലേ, എങ്ങനെയെങ്കിലും ഈ ഒരു എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഡോക്ടറിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ആ ഒരു ഓർമ്മയിലേക്ക് തിരികെ വരികയാണ്. പീറ്റർ ഇത് നീയായിരുന്നോ, എനിക്കിത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. ഡോക്ടറിന് ഇപ്പോൾ അവന്റെ പഴയ ശിഷ്യനോടുള്ള ആ ഒരു വാത്സല്യമാണ് മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഡോക്ടർ എങ്ങനെയെങ്കിലും ഈ ഒരു എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്ന ഉടൻ തന്നെ ഡോക്ടറിന്റെ വിധം മാറുകയും അദ്ദേഹം വീണ്ടും അവനോട് കോപിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ആവട്ടെ അദ്ദേഹത്തിന് ഇരുമ്പ് കൈകൾ കൊണ്ട് തന്നെ നമ്മുടെ പീറ്ററിനെ വരിഞ്ഞു മുറുക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ ആവട്ടെ അവന്റെ കഴുത്തിൽ ഇറുക്കി പിടിക്കുകയാണ്. ഈ സമയത്ത് പതിഞ്ഞ സ്വരത്തിൽ പീറ്റർ പറയുകയാണ്, ഡോക്ടർ നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ, നമ്മുടെ എല്ലാ ശക്തിയും എല്ലാ പവറുകളും ഉപയോഗിക്കേണ്ടത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. നിങ്ങൾ ഈ ചെയ്യുന്ന എക്സ്പെരിമെന്റ് മൂലം ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് മനുഷ്യരും മരിച്ചു പോകും. നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന് അത് വല്ലാതെ സ്വാധീനം ചെലുത്തുകയും ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം തന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്ടറിനെ വീണ്ടും സ്വാധീനം ചെലുത്താനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അതൊന്നും തന്നെ ഫലിച്ചില്ല. ഡോക്ടർ ഇപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുകളിൽ തന്നെ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മുൻപോട്ട് വരികയാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ അവിടെ ആ ഒരു പഴയ ഡോക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പീറ്റർ വളരെ ദാരുണമായി ചോദിക്കുകയാണ്, ഡോക്ടർ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് തടയാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണ്. അതിന് തടയാൻ വേണ്ടി സാധിക്കുകയില്ല, അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അത് തടയണമെങ്കിൽ അത് ഈ നദിയിൽ തന്നെ ആഴ്ത്തിക്കളയണമെന്ന് കൂടെ ഡോക്ടർ ഇവിടെ പറയുകയാണ്. ഇത് കേട്ടപാടെ ഉടൻ തന്നെ പീറ്റർ ആവട്ടെ അതിനെ നദിയിലേക്ക് താഴ്ത്തിക്കളയാൻ വേണ്ടി ചെല്ലുകയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടറിന് ഒരു ഇരുമ്പ് കൈ നമ്മളുടെ പീറ്ററിനെ പിടിക്കുകയാണ്. ആരും ഷോക്കാവൊന്നും വേണ്ട, കാരണം അദ്ദേഹം ഇപ്പൊ നമ്മുടെ പീറ്ററിനെ പിടിക്കാനുള്ള കാരണം അത്രയും വലിയ ആ ഒരു അഗ്നിഗോളം പീറ്ററിനെ ജലത്തിലേക്ക് താഴ്ത്താൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഉദ്യമം താൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ അതിനെ വെള്ളത്തിലേക്ക് ആഴ്ത്താൻ വേണ്ടി കടന്നു വരികയാണ്. അതിന് തൊട്ട് മുൻപ് വളരെയധികം പശ്ചാത്താപത്തോടു കൂടെ നമ്മുടെ പീറ്ററിന് നേരെ നോക്കുകയാണ് നമ്മുടെ ഡോക്ടർ ഇവിടെ. ഇതേ സമയം മുഖംമൂടി ഊരി നിൽക്കുന്ന സ്പൈഡർമാനെ കണ്ട് വളരെയധികം ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് മേരി ഇവിടെ. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് മനസ്സിലാക്കിയ ആ ഒരു സന്തോഷത്തിൽ അവൾ മതി മറന്ന് നിൽക്കുകയാണ്. ഇതേ സമയം അവളെ ലക്ഷ്യമാക്കി വലിയൊരു ഇരുമ്പ് ചുമർ തന്നെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട പീറ്റർ ആവട്ടെ ഉടൻ തന്നെ അവളെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതേ സമയത്ത് ഡോക്ടർ അവന്റെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം തന്നെ ആയിട്ട് ആ ഒരു ജലത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങുകയാണ്. ആ ഒരു തീഗോളം ഇപ്പോൾ പൂർണ്ണമായിട്ട് നശിക്കുകയാണ്.
അതിനോടൊപ്പം നമ്മുടെ ഡോക്ടർ ആവട്ടെ അദ്ദേഹത്തിന് തന്നെ ഒരു മരണശിക്ഷ കൂടെ അദ്ദേഹം ഇവിടെ വിധിക്കുകയാണ്. അതിനെ തുടർന്ന് ആ ഒരു ഗോളത്തോടൊപ്പം അദ്ദേഹം കൂടെ എരിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഈ സമയത്ത് നമ്മുടെ മേരിയും അതുപോലെ തന്നെ പീറ്ററും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. പീറ്ററും അതുപോലെ മേരിക്കും ഇപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. പീറ്റർ, എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു സ്പൈഡർമാൻ നീ തന്നെയാണെന്ന്. ഒടുവിൽ എന്റെ ആഗ്രഹം പോലെ തന്നെ നീ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് എനിക്ക് മനസ്സിലാക്കാനും അതിലൂടെ എനിക്ക് ഇതിനെ സ്വന്തമാക്കാനും സാധിച്ചു എന്ന് അവൾ ഇപ്പോൾ പറയുകയാണ്. മേരി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഇത്തരത്തിലൊരു പവർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് കൂടെ അവളുടെ അടുത്ത് മറുപടി പറയുകയാണ്. പിന്നീട് ആവട്ടെ മേരിയെ വളരെ സാവധാനത്തിൽ അവൻ താഴേക്ക് ഇറക്കുകയാണ്. ഇത് കേട്ട് വളരെയധികം വിഷമിക്കുകയാണ് മേരി ജെയിൻ ഇവിടെ. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോലീസും അതുപോലെ തന്നെ മേരി വിവാഹം കഴിക്കാൻ പോകുന്ന ജെയിംസിന്റെ മകനൊക്കെ കടന്നു വരികയാണ്. അവൻ ഓടിച്ചെന്ന് മേരിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നതോ ഹാരിയെയാണ്. ഹാരി ഇപ്പോൾ കാണുന്നത് അവന്റെ അച്ഛന്റെ ദുഷ്ടനായ ആ ഒരു പ്രതിബിംബം തന്നെയാണ്. അവരിപ്പോ പറയുന്നത് കണ്ടില്ലേ, നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്റെ സുഹൃത്ത് തന്നെയാണ് നിന്റെ അച്ഛന്റെ ഘാതകൻ. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും അവനെ കൊല്ലണമെന്ന് അവനിപ്പോ ഹാരിക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഇത് കേട്ട് ഉടൻ തന്നെ ഹാരി പറയുകയാണ്, ഇല്ല, എനിക്കതിന് ഒരിക്കലും തന്നെ സാധിക്കില്ല എന്ന് മറുപടി കൊടുക്കുകയാണ്. പിന്നീട് ഹാരിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ആ ഒരു പ്രതിബിംബത്തെ ലക്ഷ്യമാക്കി അവൻ എറിയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി തകർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു രഹസ്യ അറ തന്നെ ഇപ്പോൾ തുറന്നു വരികയാണ്. അവൻ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ സാധിച്ചത് അവന്റെ അച്ഛനായിട്ടുള്ള ഓസ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ തരത്തിലുള്ള ബോംബ്, സ്യൂട്ട്, അതുപോലെ തന്നെ ചില ലിക്വിഡ്സ് ഒക്കെയാണ്. അവൻ അതെല്ലാം കണ്ട് വളരെയധികം അത്ഭുതപ്പെടുകയാണ്. ഇന്നാണ് മേരിയുടെയും ജെയിംസിന്റെ മകന്റെയും കല്യാണം. ആ ഒരു സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ലെറ്റർ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. പിന്നീട് നേരെ പീറ്ററിന്റെ അടുത്തേക്ക് വരികയും, പീറ്റർ, നീ ആരൊക്കെയാണെങ്കിലും നീ എന്തൊക്കെയാണെങ്കിലും നിനക്ക് എന്തൊക്കെ പവർ ഉണ്ടെങ്കിലും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പൊട്ടിക്കരയുകയാണ്. പിന്നീട് പീറ്ററിനെ അവൾ ചേർത്ത് പിടിക്കുക കൂടെ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ അവിടേക്ക് ചില പോലീസ് വണ്ടികൾ പോകുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൾ പറയുകയാണ്, പീറ്റർ, ഇതാ നിനക്കുള്ള പണി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. പോയി നിന്റെ പണി വേഗം തീർത്തിട്ട് എന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു വിടുകയാണ് മേരി ഇവിടെ. ഇതോടുകൂടെ ഈ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേരിയും അതുപോലെ തന്നെ നമ്മുടെ പീറ്ററുമായിട്ടുള്ള ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു ലവ് സ്റ്റോറി തന്നെയാണ്. മാത്രമല്ല ഇതൊരു കിടുക്കാച്ചി ആക്ഷൻ ഓറിയന്റഡ് സിനിമ കൂടിയാണ്. ഇതുപോലുള്ള കിടുക്കാച്ചി മൂവി കാണാൻ ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാരെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അടുത്തൊരു മൂവി ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ.